ഒരു 10ൻ്റെ ഉള്ളിലൊക്കെ റാങ്ക് വരുന്നു മാത്രമാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ശരിക്കും നല്ലൊരു മൊമെൻ്റ് തന്നെയാണ്. റിസൾട്ട് വന്നപ്പോൾ എപ്പോഴും ഷോക്ക് തരുന്ന ആളാണ് എന്നും. അപ്പോൾ അതേപോലെ ഒരു ഷോക്ക് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്രയ്ക്ക് വലിയൊരു ഷോക്കാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും, എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു റാങ്ക് കിട്ടും എന്നുള്ളത്. പക്ഷെ അത് കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞു. എന്താ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കുന്ന തമ്പുരാനെ, നീ എൻ്റെ കുട്ടീൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം കാണിച്ചല്ലോ, മറക്കില്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ കുറേ കരയലും എന്താ പറഞ്ഞാൽ അത് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അറിഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. എൻ്റെ പേര് ബിന്ദുജ. LPST തൃശ്ശൂർ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് വന്നിട്ടുണ്ട്. ഞാൻ പെരിന്തൽമണ്ണ എയ്സിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒരു 5-6 പേര് ഒരുമിച്ച് തന്നെയാണ് ഞങ്ങളവിടെ പോയി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തുടക്കത്തിലൊരു ബേസ് കാര്യങ്ങളൊന്നും ഇല്ലാതായിരുന്നു ഞങ്ങളവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോർഷൻസൊക്കെ കവർ ചെയ്യാനും ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ തന്നെ എക്സാമിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വീക്ക്ലി ഉള്ള OMR എക്സാമുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യുക, എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ സ്വയം മനസ്സിലാക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ എടുത്തു പറയുകയാണെങ്കിൽ മാത്സ്, മലയാളം, സയൻസ് എല്ലാം നല്ല യൂസ്ഫുള്ളായിരുന്നു ക്ലാസ്സുകളൊക്കെ. DLED കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെയായിരുന്നു LPST UPST ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും കിട്ടിയിട്ടില്ല, കുറച്ച് മാസങ്ങൾ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ എല്ലാതും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ പഠന രീതികളെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആഴ്ചയിൽ 3 ദിവസം 4 ദിവസം ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും. അപ്പോൾ പോയി അവിടുത്തെ നോട്ട്സ് ഫോളോ ചെയ്ത് ഇത്ര ഒരു പെർ ഡേ ഒരു 7 hours 8 hours അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെ റിവിഷൻസ് അത് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. വീക്ക്ലി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതും അങ്ങനെയും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അവസാന എക്സാമിൻ്റെ സമയത്ത് കുറച്ച് ഫുൾ ഡേ ഒക്കെ ഇരുന്ന് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ അവൾ കയറിക്കൂടി പഠിക്കണം, എനിക്ക് നേടണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്, നേടിയിട്ടുണ്ട്. പക്ഷെ ഒരു ജോലി കിട്ടുക എന്നുള്ളത് പറഞ്ഞാൽ എല്ലാവരും ചുറ്റുപാടുള്ളതും നമ്മുടെ ഫാമിലിയൊക്കെ പരിഹസിച്ചപ്പോൾ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ശ്രദ്ധിക്കണ്ട, നീ പഠിച്ച നിനക്കുള്ളൊരു ദൈവം തന്നിട്ടുള്ള കഴിവ് അത് ജീവിതത്തിൽ നിനക്കുള്ളതാണ്, അത് ആർക്കും നീ പങ്കുവെച്ച് കൊടുക്കണ്ട. ഒരു ജോലി എന്നുള്ളത് മാത്രം ഇപ്പം നോക്കുക, അതിൽ കയറി കൂടിയിട്ട് നീ ബാക്കി എന്ത് നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ നീ വേറെ ഇതിൽ മാറിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അത് നമുക്ക് പഠിക്കാം, ഇപ്പോൾ ഒരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പഠിക്കുക പറഞ്ഞ ആൾ രാവിലെ നേരത്തെയൊന്നും ഇരുന്ന് പഠിക്കില്ല, രാത്രിയാണ് ഒരു 10 മണിക്ക് ശേഷം ഒരു 12, 1 മണി, 2 മണി വരെ നന്നായി ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി 8 മണി ആവുന്ന വരെ ഇരുന്ന് പഠിക്കുള്ളൂ. അപ്പം ഞാനെന്ത് പറയും, ഇത് എനിക്കുള്ളൊരു ചാൻസാണ്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയ പോലെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കിട്ടില്ല. എനിക്ക് വേറൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോയാൽ നമ്മൾ കിട്ടുമെന്ന് വിചാരിക്കും, ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. സ്വന്തം വീട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യം സ്വന്തം വീട്ടിലേ കിട്ടുള്ളൂ. പെൺകുട്ടികളാണ്, നമ്മൾ ഒരിക്കലും മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ പാടില്ല. നമ്മൾ സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു പാഠം ചെറുപ്പം മുതലേ പറഞ്ഞ് ശരിക്കും പറഞ്ഞു കൊടുത്ത് നന്നായി മനസ്സിലാക്കിയിട്ടാണ് ഇതുവരെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മുടെ അവളുടെ കരിയറിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എയ്സ് പറഞ്ഞ ആ സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് PSCക്ക് പഠിക്കേണ്ടതെന്നുള്ള ആ ഒരു ഇത് അവൾക്ക് മനസ്സിലായത്. അതുവരെ അറിയില്ല. PSC പരീക്ഷകൾ കുറേ ഇതിന് മുന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വെറുതെ രാവിലെ എക്സാമിന് പോകും, എഴുതും, വരും, അല്ലാണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവിടെ പോയപ്പോഴാണ് ശരിക്കും ഒരു അടുക്കും ചിട്ടി അവരിൻ്റെ ആ ഒരു സാറുമാർ ശരിക്കും അത് പറഞ്ഞു കൊടുത്ത്, അത് ഇവിടെ വന്നിട്ട് എനിക്ക് പോലും അവൾ പറഞ്ഞു തരും, ഇങ്ങനെയൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ സന്തോഷവും വന്നിട്ടുണ്ട്. എന്തായാലും ഇതിലെന്തെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത്രയും വലിയൊരു മൊമെൻ്റ് തന്നതിന് എനിക്ക് സത്യം പറഞ്ഞാൽ അവളുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോളായതുകൊണ്ട് പറയല്ല. എനിക്ക് ഇതുവരെയും ഒരുപാട് ഫാമിലിയിൽ നിന്നും എല്ലാം അവിടെ നിന്ന് ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവം തന്നൊരു ഇത് നമ്മൾ മറക്കില്ല. മരണം വരെ നമ്മുടെ
മക്കൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം സ്വത്തും. ഓരോ പെൺകുട്ടികളും അവരുടെ കരിയറിൽ സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തമായിട്ട് ഒരു വരുമാനം നേടിയിട്ട് സ്വന്തമായിട്ട് ജീവിക്കുക. സ്വന്തമായിട്ട് ജീവിക്കുക എന്നല്ല, നന്നായിട്ട് അവർ സ്വന്തം കാലിൽ നിന്നിട്ട് അവർ ജോലി വേണം ഇന്നത്തെ പെൺകുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ. അല്ലാണ്ട് അച്ഛനെയും അമ്മനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കുട്ടി ജീവിക്കരുത്. അവർ സ്വന്തമായിട്ടൊരു ജോലി നേടുക, സ്വന്തമായിട്ട് പിന്നെ അവരെന്ത് വേണമെങ്കിലും അവർക്ക് എങ്ങനെ വേണമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുക. അന്നത്തെ കാലത്ത് ജോലി ഇല്ലാതെ ഒരു കുട്ടിക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അച്ഛൻ അമ്മ പറഞ്ഞ ഒരു പരിധി വരെയാണ് അവരുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞാൽ അവരാണ് ജീവിക്കേണ്ട ആൾക്കാർ. അപ്പം നല്ല വഴി കൂടെ പോവട്ടെ എന്ന് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു PSC നോക്കണ അല്ലെങ്കിൽ ഒരു LP UP ഏതിനാണെന്ന് ട്രൈ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു എയിം വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് കുറേ അടുത്തുനിന്നും അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരുപാട് പേരുണ്ടാവും. എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചുറ്റും നിന്നിട്ട് ഒരുപാട് ആൾ, സ്വന്തം വീട്ടിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടായിന്ന് വരില്ല. പക്ഷേ അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് നേടണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. കൃത്യമായിട്ട് ഒരു പ്രോപ്പറായിട്ട് ഒരു ഇതിൽ ടൈം ടേബിൾ വെച്ച് കൃത്യമായിട്ട് പഠിക്കുക, സമയങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യുക. ഇതിലൂടെ എന്തായാലും എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പറ്റുന്നതാണ് വിശ്വാസം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.